കേരളത്തിൽ ഇതേപോലൊരു ഉദ്യമം ആദ്യമായിട്ടാണ്. ഇതുപോലെ ഒരാൾ ട്രൈ ചെയ്തിരുന്നു തൃശ്ശൂർ. പക്ഷേ അത് ജനങ്ങൾ എങ്ങനെ അറിയുന്നു എന്നതിലേക്കും ഇതിന്റെ വിജയമുള്ളത്. കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പൂർണ്ണമായും സൗജന്യമാണ്. എന്തും വിൽക്കാം, എന്തും വാങ്ങാം. ഇപ്പൊ ഡൽഹിയിലൊക്കെ മാർക്കറ്റ് ഉണ്ട്. F0 ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് ആണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു കാർ ബൂട്ട് സെയിൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അതായത് കാറിൽ നമുക്ക് വിൽക്കാനുള്ള എന്ത് ഉൽപ്പന്നങ്ങളും ഒരു കാറിൻ്റെ ബൂട്ടിൽ വെച്ചിട്ട് വിൽക്കാനുള്ള ഒരു അവസരം നമ്മൾ റോഡ് സൈഡിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സിംഗിൾ ആയിട്ടൊക്കെ കാറിൻ്റെ ബൂട്ടിൽ പുറകു വശത്ത് വെച്ചിട്ട് സാധനങ്ങൾ വിൽക്കുന്നത്. എന്നാൽ അതിനെ എല്ലാം കൂടിയിട്ട് ആയിരക്കണക്കിന് കാറുകൾ ഒരു സ്ഥലത്ത് ഏകോപിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ വന്നുകൊണ്ട് പർച്ചേസ് നടക്കുന്ന രീതിയിലുള്ള ഒരു കാർ ബൂട്ട് സെയിലാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഒരു സിസ്റ്റം ആദ്യഘട്ടത്തിലൂടെ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ വിശേഷം നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു കൺസെപ്റ്റ് ഓർഗനൈസ് ചെയ്യുന്ന ഫിലിപ്പ് ജിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് കാർ ബൂട്ട് സെയിലാണ്. നമ്മൾ വഴിയോരങ്ങളിലൊക്കെ ഒരുപാട് കാറുകൾ ബൂട്ട് തുറന്ന് കച്ചവടം നടത്തുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ഏകോപിപ്പിച്ചിട്ട് ഒറ്റ സ്ഥലത്ത് നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിംഗിളായിട്ട് നടക്കുന്ന കാര്യം ഒരു സ്ഥലത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്ലാൻ ചെയ്യും. വലിയ രീതിയിൽ ഇപ്പോൾ ഈ കലൂർ സ്റ്റേഡിയത്തിലാണെങ്കിൽ 1000-ഓളം കാറുകൾ ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റും. അവരെല്ലാവരും കൂടി ഉൾപ്പെടുത്തി ഇവിടെ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണോ വരുന്നത്? കേരളത്തിൽ ഇതേപോലൊരു ഉദ്യമം ആദ്യമായിട്ടാണ്. ഇതുപോലെ ഒരാൾ ട്രൈ ചെയ്തിരുന്നു തൃശ്ശൂർ. പക്ഷേ അത് എന്തോ കാരണം കണ്ട് അത് സക്സസ് ആയിട്ടില്ല. എന്താ കാരണം ഈ കാർ ബൂട്ട് എന്നുള്ള സാധനം നല്ലൊരു ആശയമാണ്. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കുന്നു, ജനങ്ങൾ എങ്ങനെ അറിയുന്നു എന്നതിലേക്കും ഇതിന്റെ വിജയമുള്ളത്. ആളുകൾ നല്ല രീതിയിലൂടെ വരണം. ഇതിങ്ങനെ ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തും വിൽക്കാം, എന്തും വാങ്ങാം. ഇപ്പോൾ ഡൽഹിയിലൊക്കെ മാർക്കറ്റ് ഉണ്ട്. പ്രോഡക്റ്റുകളൊക്കെ ഒരുപാട് സാധനം എന്തും ആ ഒരു മാർക്കറ്റിൽ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചർ, അങ്ങനെ ഒരു സിസ്റ്റം. ഇത് ഈ ഒരു കാർ ബൂട്ട് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ആൾക്കാർക്ക് വരുമ്പോൾ എൻഗേജ് ചെയ്യാനുള്ള ഒരുപാട് ഫംഗ്ഷൻ ഇപ്പോൾ പരിപാടികൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഒരു 3 ദിവസം ആളുകൾക്ക് ഒരു കാർണിവൽ ആയിരിക്കും. എത്ര കാർ വെച്ചിട്ടായിരിക്കും ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 500ഓളം ആൾക്കാരെ മിനിമം. എന്താ വെച്ചാൽ ഇത് 2 ദിവസമായിട്ടുള്ള ഈ ഒരു ഉദ്യമം നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഇന്നൊരു പൈലറ്റ് ഡെമോൺസ്ട്രേഷൻ ഇവിടെ ഉണ്ട്. അതിലേക്ക് തന്നെ 10-15ഓളം കാറുകളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റി. അത് കേട്ടവർക്ക് എല്ലാവർക്കും ഇതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ SSI, അതുപോലെ ചേംബർ ഓഫ് കോമേഴ്സ്, ഇവരെല്ലാം ഇതുകൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടിയിൽ. ഇത് ഡയഗൺ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പ് വെഞ്ചറാണ് ഈ ഒരു ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇത് അസോസിയേറ്റ് ചെയ്യുന്നത് കൊച്ചി കോർപ്പറേഷനും GCയുടെയും കൂടെ ചേർന്നിട്ടാണ്. ഇതൊരു എല്ലാവരുടെയും അഭിപ്രായത്തിന് ഇതൊരു കാർണിവലാക്കി മാറ്റാം എന്നാണ്. ഒരു 3 ദിവസത്തെ കാർണിവൽ. ഇതൊരു ട്രയലാണ്. വിജയിക്കുകയാണെങ്കിൽ തുടർന്ന് ഇത് എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ മാസങ്ങളിലും നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്യാൻ തന്നെ. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അതല്ലാതെ മറ്റുള്ള ഒത്തിരി ജില്ലകളുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം, കണ്ണൂർ, കോഴിക്കോട് എന്നൊക്കെ പറയാം, തൃശ്ശൂരൊക്കെ ഒത്തിരി ഉണ്ട്. അവിടേക്കൊക്കെ നിങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടോ മുമ്പോട്ട്? തീർച്ചയായിട്ടും. ഇവിടെ വരുന്ന അതേ ആളുകളെ കൊണ്ട് തന്നെ, അതേ കാർ ബൂട്ടുകളെ കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹമുള്ളത്. പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇവന്റിൽ ചാർജസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അല്ലേ? കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് വണ്ടി രാവിലെ പോലെ വൈകുന്നേരം പോലെ വിൽക്കാൻ 1,00,000-ഓളം പേര് ഈ 3 ദിവസത്തെ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായും സൗജന്യമാണ്. ഇന്ന് രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം. ഈ ഒരു ഇവന്റ് നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇവിടെ ഉള്ളവർക്ക് മാത്രമാണോ ഇവിടത്തേക്ക് എൻട്രി അല്ല മറ്റുള്ള ജില്ലക്കാർക്കും എൻട്രി ഉണ്ടോ? അങ്ങനെയല്ല, എല്ലാ ജില്ലക്കാരും. ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരെ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് വരുന്നുണ്ട്, രജിസ്റ്റർ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇതൊരു വെയിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ടാണ് ഇത്രയധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു കാർ ബൂട്ട് സെയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു പ്രതീക്ഷയാണത്. ഈ ഒരു സിസ്റ്റം ആദ്യമായതുകൊണ്ട് തന്നെ ഒത്തിരി സംശയങ്ങൾ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റ് മാത്രമേ അവർക്ക് ആ വണ്ടിയിൽ വെച്ച് വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ നിങ്ങൾ വെക്കുന്നുണ്ടോ? നമുക്കിതിലൊരു ക്രൈറ്റീരിയ ഇല്ല. ഇവിടെ പരിസര മലിനീകരണം ഇല്ലാത്ത എന്ത് പ്രൊഡക്റ്റും നമുക്കിവിടെ കൊണ്ടുവന്ന് വിൽക്കാം. തിരിച്ചു പോകുന്ന സമയത്ത് അതേപോലെ നിങ്ങൾക്ക് തരുന്ന ഒരു 100 സ്ക്വയർ ഫീറ്റ് 50 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടാവും. അത് ക്ലീൻ ആയിരിക്കണം എന്ന് മാത്രമേ നമുക്ക് നിബന്ധനയുള്ളൂ. എന്ത് പ്രൊഡക്റ്റും ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ എന്തും വിൽക്കാം, എന്തും വാങ്ങാം എന്നുള്ളതാണ്. പിന്നെ ബ്രാൻഡുകളൊന്നുമില്ല. ഡയറക്റ്റ് ബ്രാൻഡുകൾ ഡയറക്റ്റ് ഇവിടെ വരണം. വാടകയില്ല, കറണ്ട് ചാർജ് ഇല്ല. അപ്പം വില കുറച്ച് ആളുകൾക്ക് എത്തിക്കാൻ പറ്റണം. ആ രീതിയിൽ ജനങ്ങൾ ഇവിടെ എത്തണം. വില കുറച്ച് ഇവിടെ എന്തും കിട്ടും എന്നുള്ളൊരു ഇത് കൺസെപ്റ്റ് കൊണ്ടുവരണം. ജനങ്ങൾക്ക് മനസ്സിലാക്കണം. എന്നാലാണ് ഇതിലേക്ക് കൂടുതൽ ജനങ്ങൾ എത്തുക. ഒരു ബ്രാൻഡ് ഇപ്പോൾ ഒരു കാറിൽ ഒരാൾ വെച്ച് വിൽക്കുകയാണ്, അതേ ബ്രാൻഡ് തന്നെ വേറൊരാൾ തൊട്ടടുത്ത് തന്നെ വെച്ച് വിൽക്കുമ്പോൾ അതൊരു ഇഷ്യൂ വരുവാൻ സാധ്യത ഉണ്ടോ? അങ്ങനെ ഒരു നിബന്ധന ഇപ്പോൾ വെച്ചിട്ടില്ല. ഭാവിയിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും. ഓക്കെ. ഇപ്പൊ അങ്ങനത്തെ വേറെ യാതൊരു നിബന്ധനയും കാര്യങ്ങളും ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് പ്രൊഡക്റ്റും പരിസര മലിനീകരണം ഇല്ലാത്ത എന്ത് പ്രൊഡക്റ്റും സ്മെല്ലോ ഒന്നും ഇല്ലാത്ത എന്ത് പ്രൊഡക്റ്റും ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാം. അത് ഫുഡ് ഐറ്റംസ് ഒന്നും അല്ല, അങ്ങനെ വേറെ ഒന്നിനും ഒരു വേർതിരിവ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ സെക്കൻഡ് ഹാൻഡ്
സാധനങ്ങൾ വിൽക്കാനുണ്ട്. ഒരു കാർ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കാം. എന്ത് സാധനങ്ങളും വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. ഓക്കെ. കോരാമ്പടം സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ നടത്തുന്ന ജൈവ പൊക്കാളി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണിത്. ബാങ്ക് ഒരു 2016 മുതൽ കർഷകരുടെ നിന്ന് പൊക്കാളി നെല്ല് സംഭരിച്ചിട്ട് ഉൽപ്പന്നങ്ങളായിട്ട് അരിയും മറ്റ് പുട്ടുപൊടി, അവല്, ഉമിക്കരി എന്നീ ഉൽപ്പന്നങ്ങളായിട്ട് വിൽപ്പന നടത്തി വരികയാണ്. 2016 തുടങ്ങി ഗ്രാമിക എന്ന പേരിലാണ് ബാങ്ക് വിൽപ്പന നടത്തി വരുന്നത്. കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, പൊക്കാളി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്ക് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇത്രയാണ് കാർബൂഡ് സെയിലിന്റെ വിശേഷങ്ങൾ. എന്തായാലും ഒരു അടിപൊളി കൺസെപ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ വലിയ രീതിയിൽ വാടകയൊക്കെ കൊടുത്തിട്ടാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നാൽ അതിനെ വളരെ സിമ്പിളാക്കിയിട്ട് നമുക്ക് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊച്ചിയിലേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ കൈകളിലുള്ള പ്രോഡക്റ്റ് വളരെ സിമ്പിളായിട്ട് ഒത്തിരി ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ഈ കാർബൂഡ് സെയിൽ എന്നുള്ളത് ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ചു. മാക്സിമം ഷെയർ ചെയ്യാം, കാരണം ഒത്തിരി പേര് ഇതേപോലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയാത്തവരിലേക്കും കൂടി നിങ്ങൾ എത്തിക്കുക. നിങ്ങൾക്കും ഈ ഒരു കൺസെപ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് വിളിക്കാം, നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.